മാഡം വ്ലോഗ്സ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പുതുവർഷ ആശംസിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ വർഷം എല്ലാവർക്കും നല്ല സന്തോഷവും സമാധാനവും എല്ലാവിധ അനുഗ്രഹങ്ങളും ഒക്കെ നല്ലൊരു വർഷം തന്നെ ആവട്ടെ കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിലേക്ക് നേരിട്ട് പോകാം അല്ലേ. അപ്പോൾ ഇന്ന് നല്ലൊരു ക്ലീനിങ്, ഒരൊറ്റ സാധനം മതി നമുക്ക് നല്ല കിടലിനായിട്ട് എല്ലാം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ എന്താണെന്നല്ലേ, ഇത് തന്നെയാണ് ആൾ, ഇരുമ്പും പുളി. അപ്പോൾ ഇതിന് പല പേരുകളുണ്ട് കേട്ടോ. പുളിഞ്ചിക്ക, ചെമ്മീൻ പുളി, അങ്ങനെ പല പേരുകളിലും ഈ ആൾ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിന് പേര് പറയുക? അപ്പോൾ അതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇരുമ്പും പുളി വെച്ചിട്ട് നമുക്ക് ഒരുപാട് സംഭവങ്ങൾ നല്ല സുഗമമായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇരുമ്പും പുളിയുടെ സീസണും കൂടിയാണല്ലേ. അപ്പോൾ വേഗം നോക്കിക്കോട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഇരുമ്പും പുളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കറി വെക്കാനും അച്ചാറിടാനും മാത്രമല്ല കേട്ടോ, ഇങ്ങനത്തെ കുറച്ച് പരിപാടികൾക്കും കൂടി എടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം ഞാനിതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട്, അത്ര വലിയ കുനുകുനൊന്നും അരിയൊന്നും വേണ്ട. ഒരെണ്ണത്തിന് വലിയതാണെങ്കിൽ അതിന് 2 or 3 ഒന്ന് കഷ്ണമാക്കി അങ്ങ് ഇട്ടിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് നേരെ അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നമുക്ക് അടിച്ചെടുക്കാം. വെള്ളം ആവശ്യത്തിലധികം ഇതിൽ തന്നെ ഉണ്ട്. അപ്പോൾ വെള്ളമൊന്നും ചേർക്കണ്ട. നേരെ ഈ സാധനത്തിന് നമുക്കങ്ങ് അടിച്ച് നല്ല പേസ്റ്റ് പരുവത്തിലങ്ങ് ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് ഓരോരോ സാധനങ്ങൾ നമ്മൾ ക്ലീൻ ആക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ കണ്ടില്ലേ, വേറെ ഒന്നും ചേർത്തിട്ടില്ല. ഈ ഇരുമ്പുളി മാത്രമാണ് അടിച്ചെടുത്തേക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ചായയുടെ കപ്പ് അതിനകത്ത് ഇങ്ങനെ കറ പിടിക്കും അല്ലേ. അപ്പോൾ ഈ കറ കളയാനായിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്തിട്ട് അതങ്ങ് എടുത്തൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മളിതിനെ കൈകൊണ്ട് തന്നെ ഒന്ന് കാണിച്ചാൽ തന്നെ ഇങ്ങനത്തെ നമ്മുടെ സെറാമിക്കിൻ്റെ പാത്രങ്ങളിലൊക്കെ ഉണ്ടാകുന്ന കറയില്ലേ, അത് നല്ല സൂപ്പറായിട്ട് അങ്ങ് പോയി കിട്ടും. കഴുകിയെടുത്തപ്പോൾ കണ്ടോ, ഒരു തരി കറയില്ല. നേരത്തെ അതിൻ്റെ സൈഡിലൊക്കെ ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ ചെയ്ത് നോക്കണേ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ചായ വയ്ക്കുന്ന പാത്രത്തിൻ്റെ അടിയിൽ ഇങ്ങനത്തെ കോപ്പർ പ്ലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ ഇങ്ങനെ കറുത്ത് കരി പിടിച്ചിരിക്കുമല്ലേ. അപ്പോൾ സിമ്പിളായിട്ട് പോണൊരു ടിപ്പാണ് കേട്ടോ. ഇത് കുറച്ചങ്ങ് തേച്ച് റബ്ബ് ചെയ്ത് 10 മിനിറ്റ് വെച്ചിട്ട് നമ്മൾ ഏത് സ്ക്രബ്ബറാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ കയ്യിൽ മറ്റേ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉണ്ടാവില്ലേ, അത് വെച്ച് ജസ്റ്റ് ഒന്ന് ഉരച്ചങ്ങ് എടുത്തു കഴിഞ്ഞാണ്ടല്ലോ നല്ല പുത്തനായിട്ട് കിട്ടും. ശരിക്കും നമ്മൾ കുറേ കെച്ചപ്പും അതും ഇതൊക്കെ ഇട്ട് തക്കാളിയുടെ ഒക്കെ ഇട്ട് ചെയ്യണേലും സിമ്പിളാണ്, വേറെ ഒന്നും വേണ്ട. ഇതിട്ടൊരു 10 മിനിറ്റ് അങ്ങ് വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് ഉരച്ചങ്ങ് എടുത്താൽ മതി. കണ്ടോ, ഞാൻ വേറെ അത് കട്ട് ചെയ്യാതെ കാണിച്ചെന്താണെന്ന് വെച്ചാൽ അത് ഉരയ്ക്കുമ്പോൾ തന്നെ പോണ കാണണമല്ലോ. എടുത്തിട്ട് ഇനി നമുക്കിതിനെ കഴുകി എടുത്ത് കാണിക്കാം. കണ്ടോ, നല്ല സുഖമായിട്ട് പോയി കിട്ടിയിട്ടില്ലേ. അപ്പോൾ എളുപ്പമാണല്ലോ. ഇനി ഇതൊക്കെ ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വേഗം എടുത്തോ കേട്ടോ. ഇനി നമ്മുടെ കട്ടിംഗ് ബോർഡിനകത്തും പെട്ടെന്ന് കറ പിടിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഇതിനെ കുറച്ചങ്ങ് പുരട്ടി ഇതിനൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ഇതേമാതിരി തന്നെ ഒരു 10 മിനിറ്റ് ആളങ്ങ് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള സ്ക്രബ്ബറില്ലേ, സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ചിട്ട് അത് വെച്ച് നന്നായിട്ട് അങ്ങ് ഉരയ്ക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും അതിൽ നിന്ന് അഴുക്ക്. കണ്ടോ, ബ്ലാക്ക് കളറായിട്ട് അഴുക്ക് ഇങ്ങനെ പോകണുണ്ടോ. അപ്പോൾ നല്ല ക്ലീനായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. കാരണം വല്ലാതെ നമ്മൾ ഭയങ്കര ബലമൊന്നും പിടിച്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കുമ്പോഴേക്കും സംഭവം നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇനി ഞാൻ ചായ എടുത്തേക്കണ കപ്പ് വേണ്ട, അതിൻ്റെ ആകെ ചായക്കറ പിടിച്ചിരിക്കണം. അപ്പോൾ അതിനകത്ത് ഇതേമാതിരി ഞാനൊന്ന് റബ്ബ് ചെയ്ത് 10 മിനിറ്റ് വെക്കണം കേട്ടോ. ഇനി ചായ തിളപ്പിക്കുന്ന പാത്രത്തിലും ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ അതും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഒരു ഇതിൽ കാണിക്കുന്നതെന്നുള്ളൂ. ഇനി ഒന്ന് നല്ലോണം റബ്ബ് ചെയ്ത് അങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നോക്കുമ്പോൾ തന്നെ ഈ സംഭവമൊക്കെ ഡൈല്യൂട്ടായിട്ടുണ്ടാവും. ഈ കറ അതിനകത്ത് ഇങ്ങനെ ആ ഒരു കളറിൽ ചേഞ്ച് വന്നിട്ടുണ്ടാവും. എന്നിട്ട് നമ്മുടെ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ച് ചുമ്മാ ഒന്ന് കഴുകിയെടുത്താൽ മതി. ജസ്റ്റ് ഒന്നും ഭയങ്കര അമർത്തൊന്നും വേണ്ടതാ, കഴുകി അങ്ങ് എടുത്തു കഴിഞ്ഞാൽ പുത്ത് നമ്മുടെ സ്റ്റീലിൻ്റെ കപ്പായില്ലേ. അപ്പോൾ ചായ വയ്ക്കണ പാത്രത്തിൽ ഇനി കറാന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല കേട്ടോ. ഇനി അതേപോലെ തന്നെ നമ്മുടെ വാഷിംഗ് ബേസിൻ, അത് നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ അവർ ഇടയ്ക്കിടയ്ക്ക് ഈ ഹാൻഡ് വാഷ് ഇട്ട് അതിൻ്റെ ചോട്ടിൽ തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ എപ്പോഴും ഇങ്ങനെ വൃത്തികേടായി കിടക്കും. അപ്പോൾ ഇതേമാതിരി ലോഷൻ നമ്മൾ ഉണ്ടാക്കിയിട്ട് കുറച്ച് കുപ്പിയിലാക്കി ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ ഒരാഴ്ച വരെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. എന്നിട്ട് ഇത് ഇങ്ങനെ ഒന്ന് തളിച്ചങ്ങ് കൊടുത്ത് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ചുമ്മാ വേറെ നമ്മൾ ലിക്വിഡോ ഒന്നും ഉപയോഗിക്കുന്നില്ല, ജസ്റ്റ് അതൊന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ എന്നുണ്ടല്ലോ നല്ല ക്ലീനായി കിട്ടും. അപ്പോൾ അതിൻ്റെ ആ മറ്റേ സ്റ്റീലിൻ്റെ അതില്ലേ, അതും നല്ല ക്ലീനായിട്ട് കിട്ടും. എല്ലാം നല്ല ക്ലീനായിട്ട് അങ്ങ് കിട്ടും കേട്ടോ. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി നമ്മൾ സിങ്കിൽ നമ്മൾ എങ്ങനെ ഇതാക്കിയിട്ടാലും ചിലപ്പോൾ ആ ഒരു ഉപ്പിൻ്റെയൊക്കെ ആയിട്ടൊരു വൈറ്റ് ഷെയ്ഡ് വരില്ലേ, മിക്കവർക്കുള്ളൊരു പ്രശ്നമാണ്. നമ്മൾ ഉണങ്ങി കഴിയുമ്പോഴാണ് ഈ വൈറ്റ് ഷെയ്ഡ് കാണുക. അപ്പോൾ അത് കളയാനായിട്ട് ഏറ്റവും എളുപ്പമാണ് കേട്ടോ ഈ സംഭവം. ഇതേമാതിരി തന്നെ ഒരു 10 മിനിറ്റ് തേച്ച് പിടിപ്പിച്ച് അങ്ങ് ഇട്ടിട്ട് നമ്മൾ നല്ലപോലെ സ്ക്രബ്ബർ വെച്ചിട്ട് അങ്ങോട്ട് ഇതാക്കി എടുത്താണ്ടല്ലോ, അതേമാതിരി ചെറിയ കറകളൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നല്ല സൂപ്പറായിട്ട് അങ്ങ് പോകും. ഇനി അതേപോലെ തന്നെയാണ് നമ്മുടെ ഓട്ടുപാത്രങ്ങൾ.
നമ്മുടെ നിലവിളക്ക്, പിന്നെ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ അച്ചില്ലേ അതൊക്കെ സുഖമായിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോയി. ഒരു ഇരുമ്പമ്പുളി കൊണ്ട് ഇത്ര വേറെ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല. പക്ഷേ എന്ത് ഇതായിട്ടാണെന്നറിയോ പാത്രങ്ങളൊക്കെ അങ്ങ് ക്ലീൻ ആവുന്നത്. അപ്പോൾ ഇതേ കണ്ടോ കേട്ടോ, നമ്മൾ ഇതിലൊക്കെ ഒന്ന് തേച്ചങ്ങ് പിടിപ്പിക്കുക. ഒരു 5 മിനിറ്റ് പിടിപ്പിച്ചാൽ മതി, കൂടുതൽ നേരം പിടിപ്പിക്കരുത് കേട്ടോ. എന്നിട്ട് നമ്മുടെ കയ്യിൽ സ്ക്രബ്ബറുള്ളത് അത് വെച്ച് നല്ലപോലെ അങ്ങ് തേച്ച് കളഞ്ഞാൽ തന്നെ ഉണ്ടല്ലോ. അത് കഴിഞ്ഞ് നല്ലപോലെ വെള്ളം ഒഴിച്ച് അങ്ങ് കഴുകി അങ്ങോട്ട് എടുക്കുക. കഴുകിയെടുക്കുമ്പോൾ തന്നെ കാണാം നല്ല വെട്ടി തിളങ്ങണ കാണാം കേട്ടോ. അപ്പോൾ അതേ നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി അതങ്ങ് തുടച്ച് വയ്ക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഓട്ടിൻ്റെ ഇതുകൾ എപ്പോഴും നമ്മൾ കഴുകി കളഞ്ഞ് വെള്ളം ഉണ്ടാവാൻ പാടില്ല. അപ്പം തന്നെ തുടച്ച് വയ്ക്കണം, അല്ലെങ്കിൽ വെള്ളം ഇരിക്കുമ്പോൾ പാട് വീഴും കേട്ടോ. അപ്പോൾ നല്ല സൂപ്പറായിട്ടില്ലേ ഇതെല്ലാം. കണ്ടാൽ തന്നെ അറിയാമല്ലേ, നല്ല വെട്ടി തിളങ്ങണുണ്ട് നമ്മുടെ ഓടിൻ്റെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ. ഇനി ഇതേപോലെ തന്നെ നമ്മൾ വേറൊരു ലിക്വിഡ് ഉണ്ടാക്കുകയാണത് വെച്ചിട്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ഇരുമ്പുളി എടുക്കാം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒരു ഉപ്പിൻ്റെ പൊടിയില്ലേ, നമ്മുടെ കല്ലുപ്പാണെങ്കിൽ കല്ലുപ്പിട്ട് കൊടുക്കാം, അല്ല ഉപ്പിൻ്റെ പൊടിയാണെങ്കിൽ ഉപ്പിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർക്കണം. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സിയിൽ നമ്മൾ അരച്ചെടുക്കുകയാണ്. അപ്പം ഇതെന്തിനാണ് ഇതൊക്കെ ചേർക്കണമെന്ന് വിചാരിക്കണോ? നേരെ ബാത്റൂമിലോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബാത്റൂമിൻ്റെ ഡോറ് അതും ഇടയ്ക്കിടയ്ക്ക് ഈ വൈറ്റ് കളർ ഒരു ഷെയ്ഡൊക്കെ വരും അല്ലേ. എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ സോപ്പും ഇതൊക്കെ ആയിട്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ ഇത് കളയാനായിട്ട് അടിപൊളിയാണ് ഈ സാധനം കേട്ടോ. ഇതങ്ങ് തേച്ച് ഇതേമാതിരി തന്നെ പിടിപ്പിച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ അങ്ങോട്ട് സ്ക്രബ് ചെയ്ത് അങ്ങോട്ട് കളയാം. അപ്പോൾ അതിൻ്റെ ഇങ്ങനത്തെ ഭാഗങ്ങളല്ലേ അവിടെ കളയാനായിരിക്കും പാട്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ബ്രഷ് വെച്ചിട്ട് ഇതങ്ങ് തേച്ചങ്ങ് കൊടുത്താൽ മതി കേട്ടോ. ബ്രഷ് വെച്ചിട്ട് നല്ലപോലെ അങ്ങ് ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതേ 10 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളിതാ വെള്ളം ഒഴിച്ച്, വേറെ കൂടുതലൊന്നും നമ്മൾ ചെയ്യണ്ട, എളുപ്പമാണ്. അല്ലെങ്കിൽ നമുക്കിതൊക്കെ ക്ലീൻ ആക്കാമെന്ന് പറഞ്ഞ് ഇത്തിരി പണിയുള്ള കാര്യങ്ങളാണല്ലോ. അപ്പോൾ അതൊക്കെ സുഖമാക്കാം കേട്ടോ ഇതുണ്ടെങ്കിൽ. അപ്പോൾ ഇന്നത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ബാത്റൂമിൻ്റെ അടിഭാഗത്തെ ടൈലുകളും ആയിക്കോട്ടെ നല്ലപോലെ പെട്ടെന്ന് കറ പിടിക്കല്ലേ. അപ്പോൾ ഇങ്ങനത്തെ സൊല്യൂഷൻ അങ്ങനെ തേച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് ഇതാക്കുക. പിന്നെ ഈ അടിഭാഗത്ത് ഇങ്ങനെ ഒരു ബ്രഷ് വെച്ചിട്ട് അങ്ങ് ചെയ്താണ്ടല്ലോ നല്ല ക്ലീൻ ആവും കേട്ടോ. ചിലത് നമുക്ക് ഭയങ്കര എന്താ പറയുക, ഇതൊക്കെ പിടിക്കേണ്ടി വരും, ബലമൊക്കെ പിടിക്കേണ്ടി വരും. പിന്നെ ഹാർപ്പിക്കൊക്കെ നമ്മൾ നേരിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ടൈലിനകത്ത് പാടുകളും കാര്യങ്ങളൊക്കെ വീഴും. പക്ഷേ ഇത് വേറെ അങ്ങനത്തെ ഒരു ഇതുകളും ഇല്ല. പക്ഷെ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ, വെട്ടി തിളങ്ങും നമ്മുടെ ബാത്റൂമൊക്കെ. ഇനി അപ്പോൾ ഇത് ഞാൻ പകുതി ഭാഗത്ത് കണ്ട നല്ല വൈറ്റായിട്ട് അതിൻ്റെ ടൈലിൻ്റെ ഇടയിലൊക്കെ കാണുന്ന ഒരു സൈഡ് ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. അപ്പോൾ നല്ല സൂപ്പറായിട്ട് വെട്ടി തിളങ്ങും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വേഗം പോയിട്ട് ഇരുമ്പുളിയുടെ ചുവട്ടിലേക്ക് ഇരുമ്പുളിയൊക്കെ പറിച്ചോ, നമുക്ക് വേഗം നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം അല്ലേ. അപ്പോൾ ഒത്തിരി പേര് ചായയുടെ കറിയൊക്കെ പോകാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടിപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കൂടുതൽ നല്ല ടിപ്പുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.